നമസ്കാരം. സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. Congratulate everybody who took part in the local body elections and gave a superb result for the Congress Party and the UDF. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് പാർട്ടിക്കും സമ്മാനിച്ച മുഴുവൻ പോരാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ ഞാൻ ഈ വേദിയിൽ നേരുന്നു. We had a superb performance at all levels: Gram Panchayat, Block Panchayat, District Panchayat, Municipality and Corporation. ഗ്രാമപഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും ചരിത്ര വിജയമാണ്, അതിഗംഭീര വിജയമാണ് ഐക്യജനാധിപത്യ മുന്നണി ഇത്തവണ നേടിയെടുത്തത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And I'm especially happy that we have done well because the panchayats, the third tier of government, is the foundation of our democratic system. ജനാധിപത്യ സംവിധാനത്തിൻ്റെ അടിത്തറയാണ് പഞ്ചായത്തുകൾ. ഈ തെരഞ്ഞെടുപ്പ് വിജയം ഏറ്റവും കൂടുതൽ ആഹ്ലാദം നൽകുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ വിജയം ഏറ്റവും നന്നായി കുറിക്കപ്പെട്ടിരിക്കുന്നത് ആ ഗ്രാമപഞ്ചായത്തുകളിലാണ് എന്നുള്ളത് പ്രത്യേക സന്തോഷം നൽകുന്നു. If we want to protect the Constitution, if we want to ensure that the Constitution survives, we have to protect the third tier of government, the panchayat, the nagarpalikas. ഭരണഘടന സംരക്ഷിക്കപ്പെടണമെങ്കിൽ, ഭരണഘടന നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൻ്റെ മൂന്നാം ഘട്ടം, മൂന്നാം തൂണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതിൽ ഓരോരുത്തരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്, സംവിധാനം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. And you must remember that the idea of the 73rd and 74th constitutional amendment was that of the Congress Party. ഈ ചരിത്ര മുഹൂർത്തത്തിൽ നാം ഓർക്കേണ്ടത് ഭരണഘടനയുടെ 73ഉം 74ഉം വരുന്ന പരിച്ഛേദങ്ങൾ, ആ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയത്, ഭേദഗതികൾക്ക് നേതൃത്വം നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുള്ളത് ഈ ചരിത്ര മുഹൂർത്തത്തിൽ ഓർക്കേണ്ടതാണ്. The foundation of the Constitution is one man, one vote. And the idea is that every single Indian citizen should have voice in the running of our country. ഭരണഘടന ഏറ്റവും കരുത്തുറ്റ അടിത്തറ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക്, ഒരു പൗരന് ഒരു വോട്ട് എന്നുള്ള നിലയിലാണ്. ആ ഒരു വോട്ട് ഓരോ പൗരന്റെയും ശബ്ദമാണ്. അത് സംരക്ഷിക്കപ്പെടേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അനിവാര്യതയാണ്. If you look slightly deeply at the difference between the BJP, the RSS and us, the Congress Party, you will see that they stand for centralization of power and we stand for decentralization of power. RSSും BJPയും കോൺഗ്രസും തമ്മിലുള്ള ആശയപരമായ അന്തരം അത് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം RSSും BJPയും ഭരണ സംവിധാനങ്ങളുടെ അധികാരത്തിന്റെ കേന്ദ്രീകരണത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന്റെ വികേന്ദ്രീകരണം ലക്ഷ്യമാക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത്. They want
compliance from the people of India. They do not want to hear the voice of the people of India. അവരുടെ ആശയങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരു ജനതയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ജനതയുടെ ശബ്ദം കേൾക്കാനും കേൾപ്പിക്കാനുമല്ല RSS BJP ആശയങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. They want India to remain silent, India not to express itself, and they want to deliver all the wealth of our country to a few limited business houses. ഇന്ത്യ നിശബ്ദമായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ ജനത അവരുടെ ഹൃദയവികാരങ്ങളെ അതിന്റെ ആവിഷ്കരണത്തെ തടസ്സപ്പെടുത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്നിട്ട് ഈ രാജ്യത്തിന്റെ സർവ്വസമ്പത്തും വിരലിലെണ്ണാവുന്ന ചില കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കാനുള്ള സംവിധാനം മാത്രമായി അവർ ഇന്ത്യ രാജ്യത്ത് മാറുന്നു. They want an India where all our assets, all the people's assets belong to a select few people. ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ സ്വത്തും ഈ രാജ്യത്തിന്റെ അഭിമാനമായതെല്ലാം ഈ രാജ്യത്തിന്റെ ജനതയുടെ അതെല്ലാം വളരെ കുറച്ച് ആളുകളിലേക്ക് മാത്രം ഒതുങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആശയമാണ് BJPയുടേതും RSSന്റേതും. And they know the only way this is possible is if the voice of the Indian people, the democratic voice of the Indian people, is silenced. അത് സാധ്യമാകണമെങ്കിൽ ഇന്ത്യയുടെ ജനതയുടെ ശബ്ദത്തെ നിശബ്ദമാക്കണം. അത് സാധ്യമാകണമെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യ ശബ്ദങ്ങളെ ഇല്ലാതാക്കണം. എങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്നവർക്കറിയാം. I can tell you with 100% certainty that nobody can silence the voice of the people of Kerala. പക്ഷെ 100% ഉറപ്പോടെ ഞാൻ പറയുന്നു, ഈ മലയാളക്കരയെ, ഈ മലയാളത്തിന്റെ ശബ്ദത്തെ അത് നിശബ്ദമാക്കാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And this election, this coming election and the local body election will demonstrate that the people of Kerala's voice is loud and clear. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പും ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും അത് രാജ്യത്തോട് ഉറക്കെ വിളിച്ചു പറയും, മലയാളിയുടെ ശബ്ദം അത് ഉച്ചത്തിൽ വ്യക്തതയിൽ ഇന്ത്യ രാജ്യത്ത് മുഴങ്ങിക്കേൾക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും. We had many meetings where senior leaders came to Delhi. And in those meetings, different people had different opinions. And I was very clear. In both those meetings, I said that the UDF is going to win the Panchayat elections and the Vidhan Sabha elections. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ നിരവധി സീനിയർ നേതാക്കന്മാരുമായി പലതവണ ഡൽഹിയിൽ മീറ്റിംഗുകൾ ഉണ്ടായിരുന്നു. ആ യോഗങ്ങളിലെല്ലാം തന്നെ ഞാൻ ഉറച്ചു പറഞ്ഞു, ഈ വരാൻ പോകുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഒരു കാര്യം എനിക്ക് തീർച്ചയാണ്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം കേരളത്തിൽ സംഭവിച്ചിരിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. And remember that in the end, as a member of the Congress party, you are defending the Constitution of India. അതിന്റെ ഒടുവിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരെളിയ അംഗം എന്നുള്ള നിലക്ക് നിങ്ങൾ സംരക്ഷിക്കാൻ പോകുന്നത്, സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടേതാണ് എന്ന ഓർമ്മ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. And you are not going to allow a culture of silence to pervade this country. നിശബ്ദതയുടെ സംസ്കാരത്തിനെ വളരാൻ അനുവദിക്കാത്തവരായി നിങ്ങൾ മാറണം. Thank you very much. ഹൃദയം നിറഞ്ഞ നന്ദി ഈ ജനതയോട്. And I wish all of you all the best for the coming election. And I'm confident that you will stand together and win a thumping majority in the Vidhan Sabha elections. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും ഞാൻ നേരുന്നു. എനിക്ക് തീർച്ചയാണ് ഉജ്ജ്വല ഭൂരിപക്ഷത്തോടെ കേരളം ഐക്യ ത്തിരിക്കുന്ന ഒരു യോഗമാണ് ഈ യോഗം. കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിന് മുമ്പ് കേരളത്തിന് അന്തരീക്ഷം നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം കോൺഗ്രസ് ഇന്ന് വരെ നേരിട്ടില്ലാത്ത ഒരു തിരഞ്ഞെടുപ്പായിരുന്നു
ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകൾ. ആ തെരഞ്ഞെടുപ്പിൽ നമ്മളെ നേരിടാൻ രണ്ട് ശക്തികൾ തുല്യമായി വന്നു. ഒരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെന്റ്, ED, CBI, ഇൻകം ടാക്സ് തുടങ്ങിയ എല്ലാ ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ. മറുഭാഗത്ത് കേരളത്തിലെ 10 വർഷക്കാലമായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പിണറായി സർക്കാർ. ഈ രണ്ട് പാർട്ടികൾക്കും ഒറ്റ ലക്ഷ്യം, നമ്മളെ തോൽപ്പിക്കണം. പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ജില്ലാ മെമ്പറും മുനിസിപ്പൽ കൗൺസിലറും അവരെ തോൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് സമാനതകളില്ലാത്ത വിജയമാണ് എന്ന് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇത് ഒരു സെമി ഫൈനലാണ്. എല്ലാവരും പറഞ്ഞു സെമി ഫൈനലാണ്. വിചാരിച്ചത് സെമി ഫൈനലിൽ കോൺഗ്രസ് കൂപ്പുകുത്തി പോവുമെന്നായിരുന്നു, UDF കൂപ്പുകുത്തി പോവുമെന്നായിരുന്നു. ഞങ്ങൾ എല്ലാവരും ധരിച്ചതെന്താണ്, പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ കഴിഞ്ഞാൽ റിബല് വരും, കോൺഗ്രസിൽ മുഴുവൻ റിബലായിരിക്കും, അഭിപ്രായ വ്യത്യാസമായിരിക്കും, പ്രശ്നമായിരിക്കും, പിന്നെ അസംബ്ലി ഇലക്ഷൻ എളുപ്പമാവും. ഇതായിരുന്നു പിണറായിയുടെ സ്വപ്നം. പക്ഷേ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്താണ് നമ്മൾ കാണിച്ചു കൊടുത്തത്? BJPയും CPMഉം നിങ്ങൾ ഒന്നിച്ചു വന്നാലും കേരളത്തിലെ UDF കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജയിച്ചു വരും എന്നുള്ള മഹത്തരമായ സന്ദേശമാണ് നമ്മൾ കൊടുത്തത്. സെമി ഫൈനൽ കഴിഞ്ഞു, ഫൈനലെത്തുന്നു. നേരത്തെ ഇവിടെ സുധാകരൻ പറഞ്ഞു, വളരെ സർക്കാസ്റ്റിക്കലായിട്ട് സുധാകരൻ പറഞ്ഞു, ഓരോ ദിവസം കഴിയുന്തോറും തെരഞ്ഞെടുപ്പ് തോറ്റതിന് ശേഷം മിസ്റ്റർ പിണറായി വിജയൻ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തോറ്റ കാരണം കണ്ടുപിടിക്കുന്നതിന് പകരം എങ്ങനെയാണ് കിട്ടാത്ത വോട്ടുകൾ കിട്ടുക. ഇപ്പൊ CPMന്റെ ഗവേഷണം ഒന്നേ ഉള്ളൂ, UDFന് കിട്ടുന്ന വോട്ടുകൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടുക, അത് എത്ര വർഗീയത പറഞ്ഞാൽ കിട്ടും. എനിക്ക് അത്ഭുതം തോന്നി. ഇന്നൊരു മന്ത്രി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇന്ന് പത്രത്തെ കണ്ടു നോക്കി. എന്താ മന്ത്രി പറഞ്ഞിരിക്കുന്നത്? ജയിച്ച ആളുടെ പേര് നോക്കിയാൽ അറിയാം കേരളത്തിന്റെ സ്ഥിതി എന്ന്. ആരാ പറഞ്ഞത്? പിണറായി വിജയൻ മന്ത്രിസഭയിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ തൊട്ട് സത്യം ചെയ്ത ഒരു മന്ത്രിയാ പറഞ്ഞത്. നിങ്ങൾ ആലോചിക്കണം, കേരളത്തെ എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്? പിണറായി വിജയൻ ഈ കേരളത്തെ കൊണ്ടുപോകുന്നത് കണ്ടാൽ നമുക്ക് എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ, അയ്യപ്പ ഈ പിണറായിയെ രക്ഷിക്കണേ എന്നേ പറയാനുള്ളൂ എന്നുള്ളതാണ്. ഈ പിണറായിയെ മാനസിക നില ശരിയാക്കിയെടുത്ത് ഈ കേരളത്തിൽ പോരാട്ടം നടത്താൻ UDF നടത്തുന്ന പോരാട്ടത്തിൽ, കേരളത്തിലെ പോരാട്ടത്തിൽ യഥാർത്ഥത്തിൽ കേരളത്തെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്ന ഈ പിണറായിക്ക് സൽബുദ്ധി കൊടുക്കണേ എന്ന് അയ്യപ്പനോട് പറയാൻ കോൺഗ്രസിന് ഈ വിജയോത്സവം കൊണ്ടാടാനുള്ള അവകാശമുണ്ട്. ഈ വിജയം ആഘോഷിക്കാൻ നമുക്ക് മാത്രമാണ് അവകാശമുള്ളത് എന്ന കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അഭിമാനകരവും ആവേശകരവുമായ വിജയം നേടിയെടുക്കാൻ പങ്കാളികളായവരാണ്, പരിശ്രമിച്ചവരാണ്. ആ വിജയത്തിൻ്റെ ഉടമകളും ശില്പികളുമാണ് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത്. ഈ വിജയം നമുക്കറിയാം, ചരിത്ര വിജയം തന്നെയാണ്. എല്ലാ മേഖലകളിലും UDF കോൺഗ്രസ് നേതൃത്വം നൽകിയ ഐക്യജനാധിപത്യ മുന്നണിക്ക് വൻപിച്ച ഭൂരിപക്ഷം നേടാൻ സാധിച്ചു. ഇവിടെ നമ്മുടെ 4 മേയർമാർ, കേരളത്തിലാകെയുള്ള 6 കോർപ്പറേഷനുകളിൽ 4 കോർപ്പറേഷനുകളും വിജയിക്കാൻ UDFന് സാധിച്ചു. കോൺഗ്രസിൻ്റെ 4 മേയർമാർ അഭിമാനത്തോടെ ഈ സമ്മേളന വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തുകളിൽ നമുക്ക് മിന്നുന്ന വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു. ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും മാത്രമല്ല, ഗ്രാമപഞ്ചായത്തുകളിലാണ് നമ്മൾ ഏറ്റവും ശക്തമായ തേരോട്ടം നടത്തിയത്. CPMനെ, LDFനെ, BJPയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചരിത്ര വിജയം ഗ്രാമപഞ്ചായത്തുകളിലും നമുക്ക് കൈവരിക്കാൻ സാധിച്ചു. ഒട്ടേറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ്. അശാസ്ത്രീയമായ വാർഡ് വിഭജനമായിരുന്നു നമ്മുടെ മുൻപിലുള്ള ഒന്നാമത്തെ വെല്ലുവിളി. കേരളത്തിലെ പിണറായി സർക്കാർ അതിനായിട്ട് മാത്രം കേരള നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ സഹകരണം തേടാതെ, പ്രതിപക്ഷത്തിന് അവസരം നിഷേധിച്ചുകൊണ്ട്
ഒരു ബില്ല് അതിനായിട്ട് മാത്രം അവതരിപ്പിച്ചു. ആ ബില്ലിന് ഭേദഗതികൾ നിർദ്ദേശിക്കാനോ ആ ബില്ലിൽ ചർച്ചയിൽ പങ്കെടുക്കാനോ ഞങ്ങൾക്കാർക്കും അവസരം നൽകിയില്ല. ആ ബില്ല് ഏകപക്ഷീയമായിട്ട് അവർ പാസ്സാക്കി. എന്തിനു വേണ്ടിയായിരുന്നു? കേവലം വാർഡിൻ്റെ എണ്ണം കൂട്ടാൻ. എന്തിനാണ് വാർഡുകളുടെ എണ്ണം കൂട്ടുന്നത്? ഓരോ തദ്ദേശ സ്ഥാപനത്തിലും വാർഡുകൾ വികൃതമാക്കി ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്ന രൂപത്തിൽ വാർഡുകളെ വികൃതമാക്കി വെട്ടിമുറിച്ചവരാണ് കേരളത്തിലെ LDFിൻ്റെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ. നമ്മൾ നിരവധിയായ പരാതികൾ കൊടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്, ഡിലിമിറ്റേഷൻ കമ്മീഷന് ആയിരക്കണക്കിന് പരാതികൾ നമ്മൾ നൽകി. അത് പരിഗണിച്ചില്ല. കോടതിയിൽ നമ്മൾ പോയി. അവിടെയും നമുക്കറിയാം സർക്കാർ നമുക്കെതിരായ നിലപാട് സ്വീകരിച്ചു. നിങ്ങൾക്ക് നൽകിയത് വലിയൊരു ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ കാലാവധി പൂർത്തിയാകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജനങ്ങളോട് ആ കടമ നിർവഹിച്ചു എന്നുള്ള പൂർണ്ണമായ സംതൃപ്തി നിങ്ങൾക്കുണ്ടാകണം. UDF ഒരു മാനിഫെസ്റ്റോ ഇറക്കിയിട്ടുണ്ട്. ആ മാനിഫെസ്റ്റോ നോക്കണം. അടുത്ത 5 വർഷക്കാലത്തേക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി നമ്മൾ ജനങ്ങളോടുള്ള ആ പൂർണ്ണമായ ബാധ്യത നിറവേറ്റണം എന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് പ്രിയങ്കരിയായ എഴുത്തുകാരി ശ്രീമതി ലീലാവതി ടീച്ചർക്ക് ഒരു പുരസ്കാരം, പ്രിയദർശിനി പുരസ്കാരം നൽകിക്കൊണ്ട് പ്രിയങ്കരനായ രാഹുൽജി ഒരു വാക്കു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വാചകം കൾച്ചറൽ സൈലൻസ് എന്നാണ്. സാംസ്കാരികമായി ചെയ്യുന്ന നിശബ്ദത. അതായത് ഫാസിസത്തിനെതിരായി, വർഗീയതയ്ക്കെതിരായി നാം പോരാടുമ്പോൾ നമ്മൾ കാണിക്കുന്ന നിശബ്ദത ഭീരുത്വത്തിന് തുല്യമാണ് എന്നാണ് രാഹുൽജി പറഞ്ഞത്. ഭീരുത്വത്തിന് തുല്യമാണ്. ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, അദ്ദേഹം വർഗീയതയ്ക്കെതിരായി, ഫാസിസത്തിനെതിരായി ഉജ്ജ്വലമായ പോരാട്ടം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, കേരളത്തിലെ കോൺഗ്രസ്സുകാർ നിശബ്ദത പാലിക്കുന്ന ഭീരുക്കളായി ഈ ഫാസിസ്റ്റുകൾക്കും വർഗീയവാദികൾക്കും മുന്നിൽ നിൽക്കില്ല എന്ന വാക്കാണ് എനിക്ക് നൽകാനുള്ളത്. നമ്മൾ കോൺഗ്രസ് ആണ്. നമ്മുടെ സിരകളിൽ ഒഴുകുന്നത് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകമാണ്. അത് കാത്തു സൂക്ഷിക്കാൻ ഓരോ കോൺഗ്രസ്സുകാരും ബാധ്യതപ്പെട്ടവരാണ്. ഈ നാടിനെ ഛിന്ന ഭിന്നമാക്കാൻ, ഈ നാടിനെ കുത്തിക്കീറാൻ ഇവിടെ കുറേ ആളുകൾ ശ്രമിക്കുമ്പോൾ അവർക്ക് കുടപിടിച്ചു കൊടുക്കുന്ന ഈ സംസ്ഥാനത്തെ ഗവൺമെൻറ്റും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന CPM-ഉം ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഞാനിന്ന് പറഞ്ഞു, ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്താൻ നിൽക്കുന്ന ഈ കേരളത്തിൽ വർഗീയവാദികൾ അതിൽ കാത്തിരിക്കുമ്പോൾ അവർക്ക് തീപ്പന്തമെറിഞ്ഞു കൊടുക്കുകയാണ് CPM ചെയ്യുന്നത് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. 2001-നേക്കാൾ തിളക്കമാർന്ന വിജയം നേടിയെടുക്കാൻ മുൻപന്തിയിൽ ഉണ്ടാകണം എന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളാകണം ടീം UDFിൻ്റെ മുഖവും ശബ്ദവും നിങ്ങളാകണം. എല്ലാ വാർഡുകളിലും ആ ടീം UDFിൻ്റെ ശബ്ദമെത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഈ ചരിത്രത്തിലെ മഹാഭൂരിപക്ഷം നേടി മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന കേരള ജനത ടീം UDFിൻ്റെ ഉജ്ജ്വലമായ തിരിച്ചുവരവിന് വേദിയൊരുക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം, മുൻ KPCC പ്രസിഡന്റ്, മുൻ പ്രതിപക്ഷ നേതാവ്, ഏറെ പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തല. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. കേരളത്തിൽ എപ്പോഴും പറഞ്ഞു വരാറുള്ളത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനാണ് മുൻതൂക്കം എപ്പോഴും ലഭിക്കുന്നത് എന്നാണ്. 2010 നമ്മൾ ആ ധാരണ തിരുത്തി എഴുതി. ഇപ്പോഴിതാ വീണ്ടും ഒരിക്കൽ കൂടി കേരളത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ മുട്ടുകുത്തിച്ചുകൊണ്ട് ഐതിഹാസികവും ചരിത്രപരവുമായൊരു വിജയം നേടിയെടുത്ത നിങ്ങൾ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്യുവാനും അഭിനന്ദിക്കാനും ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. കേരള ചരിത്രത്തിൽ ഇനിയും ധാരാളം തിരുത്തലുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മൾ വലിയ ഒരു പോരാട്ടത്തിന് മുമ്പിലാണ്.
കഴിഞ്ഞ 10 വർഷക്കാലം ഈ ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സർക്കാരിനെതിരായി ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരാണ് ഈ വേദിയിലും സദസ്സിലുമുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ. എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ജനങ്ങളെ കൊണ്ട് താഴെ ഇറക്കാനുള്ള ഒരു പോരാട്ടത്തിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. എല്ലാവിധ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് എല്ലാ പോരാട്ടങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരും നടത്തിയ പോരാട്ടം ഒരു ഫലസമാപ്തിയിലേക്ക് എത്തുന്ന ഒരു സന്ദർഭമാണ്. ഒരു സംശയവും വേണ്ട ആർക്കും. പലർക്കും സംശയമുണ്ടെന്ന് എനിക്കറിയാം. ഒരു സംശയവും വേണ്ട. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് 2026 ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 100 സീറ്റിലേറെ നേടി നമ്മളിവിടെ അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഇവിടെ ഒരു ഭാഗത്ത് BJP, മറുഭാഗത്ത് LDF, രണ്ടുപേരും ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടുകളും അന്തർധാരകളെയും തോൽപ്പിച്ചുകൊണ്ടൊരു വലിയ വിജയത്തിലേക്ക് നമുക്ക് എത്തേണ്ടിയിരിക്കുന്നു. കേരളത്തെ മോചിപ്പിക്കേണ്ടിയിരിക്കുന്നു. ജനാധിപത്യവും മതേതരത്വവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇന്ന് കേരളത്തിൽ BJPയും CPM തമ്മിലുള്ള അന്തർധാര ശക്തമാണ്. കോൺഗ്രസിനെ തോൽപ്പിക്കാനുള്ളതാണ് അവരുടെ ലക്ഷ്യം. UDFനെ തോൽപ്പിക്കാനുള്ളതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തെ പരാജയപ്പെടുത്താൻ നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെയുണ്ട്. ഇന്ത്യയിൽ നരേന്ദ്രമോദിക്ക് നേരെ നിന്നുകൊണ്ട് പോരാടാൻ കഴിയുന്ന ഒരേ ഒരു നേതാവേ ഉള്ളൂ. അത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം, സംസാരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം, നാട്ടിലെ ജനങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ള പോരാട്ടം, ആ പോരാട്ടത്തിലാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് മുന്നിട്ട് കൊണ്ട് പോരാടുന്നത്. KPCCയുടെ മുൻ പ്രസിഡന്റ്, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം, കേരളത്തിലെ കോൺഗ്രസിൻ്റെ കരുത്തുറ്റ ശബ്ദം ശ്രീ K. സുധാകരൻ MP. ഇന്നത്തെ ഈ യോഗം നമ്മുടെയൊക്കെ മനസ്സിനെ കരുത്ത് പകരുന്ന ഒരു യോഗമായി ഞാനിതിനെ നോക്കിക്കാണുകയാണ്. പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്ന ഒരു യോഗമായി ഞാനിതിനെ കാണുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കാൻ ഈ രാജ്യത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനമില്ല എന്നതിൻ്റെ വിളംബരമാണ് ഈ ജനത എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആരുടെ മുമ്പിലും തലകുനിക്കേണ്ടുന്നത് ആ കാര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇന്ത്യ രാജ്യത്തെ ഇന്ത്യ രാജ്യമാക്കി മാറ്റിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ നാടിനെ വളർത്താനും ഉയർത്താനും പടർത്താനും പന്തലിപ്പിക്കാനും അതിനുള്ള കരുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇന്നുമുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ ജനത ഇവിടെ വന്നിരിക്കുന്നതും പ്രിയങ്കരനായ ശ്രീ രാഹുൽജി ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നതും. നിങ്ങൾക്കൊരു കാര്യം ഓർമ്മ വേണം. ഈ രാജ്യത്ത് ഈ സംസ്ഥാനം ഭരിക്കുന്നു ഇടതുപക്ഷമാണ്. ഏതാണ്ട് 10 വർഷക്കാലമായി സംസ്ഥാനം ഭരിക്കുന്നു. ഇവിടെ എന്തുണ്ടാക്കി എന്ന് പരിശോധിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷക്കാരോട് ഞാൻ സ്നേഹത്തോടെ ആവശ്യപ്പെടുകയാണ്. പിണറായി വിജയനെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. എന്ത് നേട്ടമുണ്ടാക്കി? അധ്വാനിക്കുന്നവന്, തൊഴിലാളി വർഗത്തിന്, വിയർപ്പെടുക്കുന്നവന്, വിശക്കുന്നവന് എന്തുണ്ടാക്കി കൊടുത്തു ഈ സർക്കാർ? ശമ്പളം കൊടുത്തോ മര്യാദയ്ക്ക്? കൂലി കൊടുത്തോ മര്യാദയ്ക്ക്? തൊഴിലാളികൾക്ക് അതിൻ്റെ ആനുകൂല്യം കൊടുത്തോ? ഇവർക്കൊന്നും കൊടുക്കാതെ ഈ രാജ്യം ഭരിക്കാൻ ഉളുപ്പുണ്ടോ പിണറായി എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ നാട്ടുകാരനാണ്, ഞാൻ ലജ്ജിക്കുന്നു. ആ നാട്ടിൽ, ആ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ജീവിക്കേണ്ടി വന്നതിന് ഞാൻ ലജ്ജിക്കുന്നു എന്ന് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ നാട് ഇന്നിപ്പോൾ എവിടെയാ ഉള്ളത്? നമ്മളൊക്കെ ഇന്നലെ വരെ കേൾവിയില്ലാത്ത ശബരിമല അയ്യപ്പന്റെ സ്വർണം കടത്തിക്കൊണ്ടുപോയി. എത്ര കോടിയുടെ സ്വർണം? ഒരു തെളിവ് കിട്ടിയോ? ഒരു രേഖ കിട്ടിയോ? ഒരു നേരിയ തെളിവ് കിട്ടിയോ? എന്തുകൊണ്ട് കിട്ടിയില്ല? എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് തെളിവുകൾ ഉണ്ടാക്കുന്നില്ല? കോടാനുകോടി കോടി രൂപയുടെ സ്വർണം ശബരിമല അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ
കേരളത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ട് അതിനൊരു പരിഹാരം കാണാൻ സാധിക്കാത്ത ഈ സർക്കാരിന് ഈ നാട് ഭരിക്കാൻ എന്തവകാശമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കണം എന്നതാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. എന്തുകൊണ്ടാണ് അന്വേഷിച്ചാൽ ആരുടെ കൈകൾക്കാണ് വിലങ്ങ് വെക്കേണ്ടി വരിക എന്ന് CPM അറിയാം. ആദ്യം പിടിച്ച 2 പേർ ജയിലിൽ കിടക്കുന്നവർ, അവർ CPM-ന്റെ മുഖ്യമന്ത്രിയുടെ അടുത്ത 2 സന്നദ്ധ സഹചാരിയാണ്. തെളിവുകളിലേക്ക് പിന്നീടും പോയാൽ ഒരുപാട് CPM-ന്റെ ആളുകൾ കൈവിലങ്ങുമായി ജയിലിൽ പോകേണ്ടി വരും എന്ന് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അറിയാം. എന്നതുകൊണ്ട് തന്നെ അന്വേഷണം വിട്ടില്ലേ, അന്വേഷണം നിർത്തിയില്ലേ? അന്വേഷണം പോരാത്തതിന്റെ പേരിൽ ഈ നാട്, ഈ ജനങ്ങൾ ആകെ അക്ഷമരായി നിന്നില്ലേ? സ്വർണം കിട്ടാത്ത ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം അതിന് കിട്ടാത്ത ഈ നാട്, അത് വാങ്ങിക്കൊടുക്കാൻ സാധിക്കാത്ത കഴിവില്ലാത്തൊരു സർക്കാർ, ഈ സർക്കാർ എന്തിന് ഈ നാട് ഭരിക്കണമെന്ന് നിങ്ങൾ എല്ലാവരും ആലോചിക്കണം. ഓരോ സഖാക്കളോടും ചോദിക്കുന്നു, വിയർപ്പൊഴുക്കുന്ന ഭാരം ചുമക്കുന്ന തൊഴിലാളി വർഗത്തോട് ഞാൻ ചോദിക്കുന്നു, ആരാണ് ഇതിന്റെ പിറകിൽ? ആര് കൊണ്ടുപോയി? എവിടെ കൊണ്ടുപോയി? എന്തേ കണ്ടുപിടിക്കാത്തത്? എന്തുകൊണ്ട് പോലീസ് നടപടി ഉണ്ടാവുന്നില്ല? പരിശോധിക്കണം.